ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉള്ളിവടയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു 4 മണി പലഹാരം. നമ്മളൊക്കെ തട്ടുകടയിൽ ചായ കുടിക്കാൻ കയറിയാൽ കണ്ണാടിപ്പെട്ടിയിൽ നമ്മുടെ കണ്ണ് ആദ്യം തിരയുന്നത് ഉള്ളിവടയാണല്ലേ. അതില്ലെങ്കിൽ മാത്രമല്ലേ മറ്റു കടികളിലേക്ക് കണ്ണ് പതിക്കത്തുള്ളൂ. അപ്പോൾ ആ ഉള്ളിവട നമുക്ക് വീട്ടിൽ സ്വന്തമായി തയ്യാറാക്കാൻ പറ്റിയാലോ? വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഉള്ളിവട നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്കാദ്യം സവാള നീളത്തിന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ 7 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തിരുമ്മി കൊടുക്കാം. ഈ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 7 മീഡിയം സൈസ് സവാളയ്ക്ക് ഞാൻ ആദ്യം ചേർത്തത് 2 ടീസ്പൂൺ ഉപ്പാണ്. ഒരു 3 മിനിറ്റ് നല്ലവണ്ണം ഈ സവാള നമുക്ക് ഇളക്കി തിരുമ്മി എടുക്കണം. ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഉപ്പിന്റെ കാരം കൊണ്ട് ഈ സവാള ഒന്ന് അവിഞ്ഞ് വാടി സവാളയിലെ നനവെല്ലാം പുറത്തു വരും. നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരില്ലേ, അതുപോലെ. അപ്പോൾ ഇത് 3 മിനിറ്റ് നല്ലപോലെ തിരുമിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് വയ്ക്കാവൂ കേട്ടോ. കൂടുതൽ സമയമായി പോയാൽ സവാള ഒത്തിരി അങ്ങ് വാടിപ്പോകും. അപ്പോൾ ഇത് 15 മിനിറ്റായി കണ്ടോ. സവാള ഉള്ളിവടയ്ക്ക് പറ്റിയ പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. മൈദമാവ് കുറച്ചുകൂടി വേണ്ടി വരും. ആദ്യം ഈ 1 കപ്പ് മാവ് ഒന്ന് കുഴച്ചിട്ട് ആവശ്യമെങ്കിൽ വേറെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ഉള്ളിവടയ്ക്ക് ഒരു ചെറിയ ചുമപ്പ് കളർ കൂടി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു 4 മീഡിയം സൈസ് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൊത്തത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിലിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ സവാള നമ്മൾ തിരുമ്മി വെച്ചത് കൊണ്ട് തന്നെ മാവിന് ആവശ്യത്തിനുള്ള നനവ് സവാളയിൽ നിന്ന് കിട്ടും. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നത് കൊണ്ട് ഈ മുളക് പൊടി ഇടുമ്പോഴും ശ്രദ്ധിച്ചാണ് ഇടാൻ കേട്ടോ. ഇല്ലെങ്കിൽ സവാള ഭയങ്കര എരിവായി പോകും. മുളക് പൊടി വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമ്മളതിൽ പച്ചമുളക് ഇല്ല എങ്കിൽ മാത്രം നമുക്ക് മുളക് പൊടി അളവ് കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് നമ്മൾ കുഴച്ചു വന്നപ്പോൾ ഇതിലെ മാവ് പോരാ കേട്ടോ. സവാള ഉരുള ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു 1/2 കപ്പ് മൈദമാവ് കൂടി ചേർത്ത് കൊടുക്കാം. മാവ് കറക്റ്റ് അളവിലുണ്ടെങ്കിൽ മാത്രമേ സവാള ഉരുളകളായി കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ മാവ് കറക്റ്റായി 1/2 കപ്പ് മാവ് ചേർത്തു. ഇപ്പോൾ നമുക്ക് ഉള്ളിവടയ്ക്ക് ആവശ്യമായ ഉരുള തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാം. ചെറിയ ചട്ടിയിലാണെങ്കിൽ ഒരു 4 എണ്ണം വീതം ഇട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. എണ്ണ നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെക്കണം കേട്ടോ. തീ കൂടുതലായി പോയാൽ ഉള്ളിവടയുടെ പുറം ഭാഗമൊക്കെ കരിഞ്ഞു വരുമെങ്കിലും അകം ഭാഗം വേകില്ല. ഈ ഉള്ളിവടയുടെ അകവും പുറവുമൊക്കെ നല്ല രീതിയിൽ വെന്ത് വരാൻ തീ ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിൽ വെച്ച് ഒരു 15 മിനിറ്റ് മുരിച്ചെടുക്കണം കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് ഉള്ളിവട നല്ലപോലെ തയ്യാറായി വരും. നമുക്കിത് മറിച്ചും തിരിച്ചുമിട്ട് മുരിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് ഇടവിട്ട് ഉള്ളിവട അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോ 15 മിനിറ്റായി. ഉള്ളിവട തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരാം. കണ്ടോ, ഉള്ളിവട നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയുള്ള സവാളയും ഉരുളകളാക്കി എണ്ണയിലിട്ട് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടുകട സ്പെഷ്യൽ ഉള്ളിവട തയ്യാറായിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ ചേർക്കേണ്ടി വന്നില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി നാടൻ ഉള്ളിവട തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ 4 മണിക്ക് ചായയോടൊപ്പം നമുക്ക് ആവശ്യമായ ഉള്ളിവട നല്ല ടേസ്റ്റിൽ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഉള്ളിവട ഇതുപോലെ തയ്യാറാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.